3 കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളിൽ ഉറപ്പിക്കണം. 1 സത്യസന്ധത, 2 ദൈവവിശ്വാസം, 3 നീ സൃഷ്ടാവല്ല, ദൈവത്തിൻ്റെ വെറും ഒരു സൃഷ്ടിയാണെന്നും നീ തിരിച്ചു വിളിക്കപ്പെടുമ്പോൾ ഇവിടെ നിന്ന് പോകാനുള്ളവരാണ് എന്നുള്ളത് കൊണ്ടും വിനയം. 3 വാക്കുകൾ ഹൃദയസ്ഥിതമാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. 1 സത്യസന്ധത. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അമ്മമാർക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കും സത്യസന്ധത ഉണ്ട്. 2ാമത്തേത് ദൈവവിശ്വാസം. അത് ആത്മഹത്യയിലേക്ക് കുട്ടികൾ പോവില്ല. ഒരു വിഷമം ഉണ്ടാകുമ്പോൾ ഉടനെ മദ്യം കുടിക്കാൻ പോവില്ല. ലഹരി മരുന്നിന് അഡിക്റ്റ് ആവില്ല. കാരണം എൻ്റെ ദൈവം കാണുന്നു. അതാണ് നമ്മൾ ആദ്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ ആദ്യം പഠിപ്പിക്കേണ്ടത് ബാബ ബ്ലാക്ക് ഷീപ്പ് അല്ല. നിന്നെ കാണുന്ന ദൈവം, നിന്നെ കേൾക്കുന്ന ദൈവം, നിന്നെ നോക്കുന്ന ദൈവം, നിന്നെ അറിയുന്ന ദൈവം, നിന്റെ കയ്യിൽ പിടിക്കുന്ന ദൈവം. ഇങ്ങനെയുള്ള വാക്കുകളാണ് കുഞ്ഞുങ്ങൾക്ക് വല്യമ്മച്ചിമാരും വല്യപ്പച്ചന്മാരും പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് വളരെ വിനയമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ സത്യസന്ധത, വിശ്വാസം, വിനയം. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 1 ക്രിസ്തുവിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം അപ്പയുടെ ജീവിതത്തിൽ, അമ്മയുടെ ജീവിതത്തിൽ ദൈവത്തിനുള്ളതാണെന്ന് കുഞ്ഞിന് ഫീൽ ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നാം കുറച്ചുകൂടെ നിസ്വാർത്ഥരാകുക. ഷെയറിങ് ആൻഡ് കെയറിങ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൽ മുങ്ങിപ്പോകാതിരിക്കത്തക്കവണ്ണം കുറച്ച് സമയം തുറന്ന് സംസാരിക്കുവാൻ വീട്ടിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. അവധിക്കെങ്കിലും കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഒരുമിച്ചിരുന്നൊന്ന് വർത്താനം പറയാനായിട്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്നൊന്ന് പറഞ്ഞ് അവരെ അടുത്തിരുത്തി ഒന്ന് സംസാരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത കാലത്ത് കോളേജിൽ പഠിക്കുന്ന മകളുള്ള ഒരു ദമ്പതികൾ വീട്ടിൽ വന്നിട്ട് എന്നോട്, അവർ രണ്ടുപേരും തമ്മിൽ നല്ല പൊരുത്തക്കുറവുകളുണ്ട്. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞതാണ്, മാഡം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോടൊന്നും മിണ്ടാനില്ല, വിഷയമില്ല. അപ്പോൾ ഞാൻ അവരോട് ഈ ക്രിസ്ത്യൻ പേരൻറ്റിങ്ങിനെ കുറിച്ച് പറയേണ്ടതായിട്ട് വന്നു. നിങ്ങൾ തമ്മിൽ ഐക്യമില്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ കുഞ്ഞ് എന്ത് കണ്ടാണ് വളരുന്നത് എന്നതിലൂടെ പോയി ദൈവത്തിൻ്റെ അതിരറ്റ കൃപയാൽ ഇന്നവർ ഏറെ ക്ഷേമമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ക്വാളിറ്റി ടൈം അഭ്യസിപ്പിക്കുമ്പോൾ ക്വാളിറ്റി ടൈം കുഞ്ഞുങ്ങളോട് കൊടുക്കുകയും അവരെ ആദരവോടുകൂടി അവർ സംസാരിക്കുവാൻ അനുവദിക്കുകയും ചെയ്യുക.